തമിഴ്നാട് രാമനാഥപുരത്ത് വോട്ടർമാർക്ക് പണം നൽകുന്നതിനിടെ 3 AIADMK പ്രവർത്തകർ അറസ്റ്റിൽ. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം തെങ്കാശി ആലങ്കുളം സ്ഥാനാർത്ഥി KRP പ്രഭാകരനെതിരെ വോട്ടിന് പണം നൽകാനുള്ള നീക്കത്തിൽ കേസെടുത്തിട്ടുണ്ട്. 50ഓളം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു എന്ന വിവരമാണ് വരുന്നത്. വോട്ടിന് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ஒரு ஓட்ட வீணாக உனக்கு இல்லப்பா முடிஞ்சு போச்சுப்பா இவ்வளவுதான் தந்தாங்க. அதெல்லாம் இல்ல, ஏதாட்டும் வகையில வாக்குகிறாங்க. ஒரு 3000 கொடுத்துருமா என்ன ஒன்றிய கொடுத்து கொடுத்துட்டேன். 2 கொடுத்துறீங்க. எந்த பிரச்சனை எந்த கமெண்டாலும் கேட்டுருங்க. நான் பதில் சரியா சொல்லதான் நீங்க வேட்பாளர். ஏன்னா வேட்பாளர் 30 பூத்துல இருப்பாரு. സ്ഥാനാർത്ഥി KRP പ്രഭാകരനെതിരെ വോട്ടിന് പണം നൽകാനുള്ള നീക്കത്തിൽ കേസെടുത്തിരിക്കുകയാണ്. 50ഓളം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. വോട്ടിന് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. ആദിൽ പാലോട് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദിൽ, വോട്ടിന് പണം ആരോപണം ഈ അവസാന ലാപ്പിൽ, പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലടക്കം അതെങ്ങനെ വിഷയമാകുന്നു? ആദിൽ പാലോട്. വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വോട്ടിന് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകുന്ന ദൃശ്യങ്ങളാണിത്. അതിൽ പ്രവർത്തകർ അവിടെ ഇരിക്കുന്നതും നിർദ്ദേശങ്ങൾ നൽകുന്നതും നമുക്ക് കാണാനാകുന്നുണ്ട്. AIADMK സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് എന്നതാണ്. തെങ്കാശി ആലങ്കുളം സ്ഥാനാർത്ഥി KRP പ്രഭാകരനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 50ഓളം പ്രവർത്തകർക്കെതിരെയും പോലീസിന്റെ കേസുണ്ട്. ഇത് തമിഴ്നാട്ടിൽ പലയിടത്തും ഈ അവസാന സമയങ്ങളിൽ വോട്ടിന് പണം വിതരണം ചെയ്യുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം രാമനാഥപുരത്ത് 3 AIADMK പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട്. വോട്ടർമാർക്ക് പണം നൽകുന്നതിനിടെയാണ് ഇവരെ പിടികൂടുകയും തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത്. ഏതായാലും വോട്ടിന് പണം എന്ന ആരോപണം കൂടി തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ചർച്ചാ വിഷയമാവുകയാണ്. സ്ഥാനാർത്ഥിക്കെതിരെ അടക്കം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതെ, അതാണ് ഈ സ്ഥാനാർത്ഥിക്കെതിരെയും കേസെടുത്തിരിക്കുന്ന ഘട്ടമാണ്. ഈ നാളെ ഇപ്പോൾ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുന്ന ദിവസമാണ്. ഇതിൽ 50ഓളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടല്ലേ? 50ഓളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തെങ്കാശിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടിയിരിക്കുന്ന 50 പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്.